നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 40 പൂതനാമോക്ഷം ശ്ലോകം 1 വായിച്ചോ. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകംസ സഹായ ജനോദ്യമാ. നന്ദഗോപരും യശോദയും അതുപോലെ ഗോപന്മാരും ഗോപാലന്മാരും എല്ലാവരും ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ ഒരു വിഷമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഒരിക്കൽ വസുദേവർ രാജാവിന് കപ്പം കൊടുക്കുവാനായി മധുര രാജധാനിയിലെത്തിയ സാത്വികനും ധാരാളം സദ്ഗുണങ്ങളോടുകൂടിയവനുമായ നന്ദഗോപരെ കണ്ടുമുട്ടി. കംസൻ്റെ അനുയായികൾ ശിശുക്കളെ വധിക്കുവാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലാക്കിയിരുന്ന വസുദേവർ നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം വസുദേവർ, കംസനാണ് രാജാവ്, അദ്ദേഹത്തിന് കപ്പം കൊടുക്കുക, നികുതി കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിന് കപ്പം കൊടുക്കുക എന്ന് പറയും. മധുര രാജധാനിയിലെത്തി. ആ സമയത്ത് അവിടെ നന്ദഗോപരും വന്നിരുന്നു ഇതേപോലെ കപ്പം കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിൽ നന്ദഗോപരോട് പറയുകയാണ് വസുദേവർ, അതായത് കംസൻ്റെ അനുയായികളായ അസുരന്മാർ മുഴുവനും ഇപ്പോൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ശിശുക്കളെ വധിക്കാനായിട്ട്. ജനിച്ച കുട്ടികളെ അല്ലെ ശിശുപ്രായത്തിലുള്ള കുട്ടികളെ വധിക്കുവാനായിട്ട് ഇപ്പോൾ അവരൊക്കെ നമ്മുടെ നാട് മുഴുവനും നടന്ന് ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസുദേവരുടെ അച്ഛനായ ശൂരസേനൻ്റെ അമ്മയുടെ സഹോദരന് വൈശ്യവനിതയിൽ ജനിച്ച മകനാണ് നന്ദഗോപർ. അവർ തമ്മിലുള്ള ബന്ധം പറയാൻ. രാജാവിന് വർഷം തോറും നാടുവാഴികൾ സമ്പന്നരായ പ്രജകൾ നൽകുന്ന നിശ്ചിത മൂല്യത്തെ രാജഭോഗം എന്നാണ് പറയുന്നത്. മലയാള ഭാഷയിൽ കപ്പം എന്ന് പറയും. ശ്ലോകം 2. ഐസഗേ തവ ബാലകജന്മമാം സുഗയദേത്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം ജവജനായകേ സമതിരൂപ്യ ശംസതമാദരാത്. കുടുംബബന്ധമുണ്ടെങ്കിലും വസുദേവർ നന്ദഗോപരെ അഭിസംബോധന ചെയ്തത് സുഹൃത്തേ എന്നാണ്. അവരെപ്പോഴെങ്കിലും കണ്ടുമുട്ടാറുള്ളൂ. അപ്പം അതുകൊണ്ട് ആ കുടുംബ ബന്ധത്തിനുണ്ടായ ആ ഒരു പേരുകളോ അല്ലെങ്കിൽ ആ വിളികളോ അല്ല ഉണ്ടായത്. സുഹൃത്തേ, ചങ്ങാതി എന്നാണ്. താങ്കൾക്ക് മകനുണ്ടായത് എനിക്ക് മകനുണ്ടായതുപോലെ തന്നെയാണ് എന്ന് വസുദേവർ നന്ദഗോപരോട് പറഞ്ഞു. വസുദേവർക്കറിയാം ഇപ്പോൾ നന്ദഗോപർ സ്വന്തം മകനാണ് എന്ന് വിചാരിച്ച് ആഹ്ലാദിക്കുന്ന നന്ദഗോപരുടെ കാര്യം അദ്ദേഹത്തിന് അറിയാൻ നന്നായിട്ട്. എന്നാലും ലൗകികമായ ആ അവസ്ഥയിൽ കുശലാന്വേഷണം നടത്തുമ്പോൾ തനിക്കൊരു മകനുണ്ടായല്ലോ എന്നത് വളരെ സന്തോഷത്തോടു കൂടി നന്ദഗോപരോട് പറയാണ്. വളർത്തച്ഛൻ സ്വന്തം പിതാവിനും വളർത്തമ്മ സ്വന്തം മാതാവിനും തുല്യമാണെന്ന് നീതിസാരം പറയുന്നു. നീതിസാരത്തിൽ പറയുന്നത്, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ആരാണോ നന്നായി വളർത്തി വലുതാക്കുന്നത് അവരെയും പിതാവിന് സമാനമായിട്ട് കാണണം. അതുപോലെ അമ്മയാണെങ്കിൽ വളർത്തമ്മയാണെങ്കിലും അത് സ്വന്തം മാതാവിനെ പോലെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. തുടർന്ന് ആദരവോടെ നന്ദഗോപരോട് ചില പ്രധാന കാര്യങ്ങൾ വസുദേവർ പറഞ്ഞു. പിന്നെ ഗൗരവമായ ചില കാര്യം പറയുകയാണ്. വായിച്ചോ. ശ്ലോകം 3. ഇഹജ സന്ധ്യനിമിത്തശതാനി തേ ഖഡഗസേവനി തദോ ലഘുഗമ്യതാം ഇതിജ തദ്വജസാവൃജനായകോ ഭവദപായ ബിയാദ്രുതമായയോ. വസുദേവർ നന്ദഗോപരോട് പറയുന്നു, ഇവിടെയും അതായത് മധുരാപുരിയിലും നന്ദഗോപരുടെ വാസസ്ഥലമായ ഗോകുലത്തിലും വളരെ ദുർനിമിത്തങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് വളരെ ഗൗരവമായൊരു കാര്യം പറയുകയാണ് വസുദേവർ നന്ദഗോപരോട്. അതായത് എൻ്റെ ഈ നാട്ടിൽ മധുരാപുരിയിലും അതുപോലെ താൻ താമസിക്കുന്ന ഗോകുലത്തിലും എന്തോ വലിയൊരു ആപത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിന് ലക്ഷണമായി ദുർനിമിത്തങ്ങൾ കാണുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഭാരതീയ ശാസ്ത്രങ്ങളിലൊക്കെ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അപകടങ്ങൾ വരുമ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് മുൻകൂട്ടി ഒരു സൂചന കിട്ടും, ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തോ ഒരു അപകടം നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളത്.
അപ്പോൾ അങ്ങനെ എനിക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഉടനെ അങ്ങ് ഇവിടെ ഇങ്ങനെ മധുരായിരുത്ത് അങ്ങനെ നഗരത്തിലിങ്ങനെ ചുറ്റി തിരിയേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. വസുദേവർ നന്ദഗോപരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. വസുദേവരുടെ ആപൽസൂചന നൽകുന്ന വാക്കുകൾ കേട്ടിട്ട് കുട്ടിക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് ഭയപ്പാടോട് നന്ദഗോപർ ഗോകുലത്തിലേക്ക് മടങ്ങി. കംസൻ്റെ അനുയായികൾ ഇങ്ങനെ കുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നന്ദഗോപർക്കൊരു കുട്ടിയുള്ളത് ക്രമേണ അവരറിഞ്ഞാൽ അവർ ആ കുട്ടിയെയും കൊല്ലും. അപ്പം അതുകൊണ്ട് താനീ മധുരാപുരിയിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, വേഗം ഗോകുലത്തിലേക്ക് പോയി ആ കുട്ടിയെ സംരക്ഷിക്കുമെന്ന സൂചനയാണ് വസുദേവർ നൽകിയത്. ശ്ലോകം 4. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരളഷഡ്പദലാളിത കുന്തള കപടപോദകത്തെ നികടം ഗതാ. ഒരിക്കൽ സുന്ദരിയും വണ്ടുകളാൽ ആകർഷിക്കപ്പെട്ട ഇളകുന്ന തലമുടിയോടുകൂടിയവളുമായ ഒരു യുവതി മായാവിനോദത്താൽ ശിശുരൂപം സ്വീകരിച്ച ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ഒരു ദിവസം കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ പഴയകാലത്ത് അവിടെയുള്ള ആ ചുറ്റുപാടുള്ള സ്ത്രീകൾ മുഴുവനും കുട്ടിയെ കാണാൻ പോവുക എന്നൊരു ചടങ്ങുണ്ട്. അത് അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും അവരുടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ ഒതുങ്ങുകയാണല്ലോ ചെയ്യുന്നത്. മുമ്പ് അതല്ല, മുമ്പ് പോയി കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ധാരാളം തലമുടിയുണ്ട്, ആ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മെല്ലെ ഗോകുലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും സംശയിക്കില്ല. കാരണം സ്ത്രീകളാണെങ്കിൽ ഏത് വീട്ടിലാണോ പ്രസവം നടന്നത് അവിടെ പോയി കുട്ടിയെ കാണുക, എന്നെ താലോലിക്കുക, അങ്ങനെ എന്താണോ ചെയ്യുക അത് ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ അത് പാപമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു സ്ത്രീ വരുന്നു. അപ്പോൾ അവരെ സ്വരൂപവർണ്ണനയുണ്ട് ഇതിൽ. പൂതന ധാരാളം സുഗന്ധപുഷ്പങ്ങൾ തലയിൽ ചൂടിയത് കൊണ്ടാണ് ഈ വണ്ടുകളിങ്ങനെ ആകർഷിച്ച് ചുറ്റും തലക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സുഗന്ധപുഷ്പത്തിൻ്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം എടുത്ത് പറയുകയാണ്. ഒറ്റ നോട്ടത്തിൽ കുലീനയായ ഒരു യുവതി എന്നേ അവളെ കണ്ടാൽ തോന്നും. നല്ലൊരു തറവാടിത്തമുള്ളൊരു സ്ത്രീയാണ് എന്നേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അടുത്ത് ശ്ലോകം 5. സബതി സാഹൃദ ബാലകചേതന നിശിചരാന്യയചാകില പൂതന വ്രജവധൂഷിഹകേയമിദീക്ഷണം വിംശതി ശുഭവന്തമുപാദതേ. നന്ദഗോപരുടെ വീട് അന്വേഷിച്ച് വരുന്ന യുവതിയെപ്പറ്റിയാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അനേകം കുട്ടികളുടെ ജീവനെടുത്തവളും രാക്ഷസവംശത്തിൽ ജനിച്ചവളും ലളിതവേഷം ധരിച്ചവളും ആയ ഇവൾ പൂതനയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് എത്രയോ കുട്ടികളുടെ ജീവൻ കളഞ്ഞ് കൊന്നിട്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നൽകുകയാണ് സൂചന. ഗോപസ്ത്രീകൾ പരസ്പരം പറയുകയാണ്, ഇവൾ ആരാണ്, ഇവൾക്കിവിടെ എന്താണ് കാര്യം. ഈ സമയത്ത് പൂതന അകത്ത് ചെന്ന് ശിശുവിനെ ഓമനിച്ച് കയ്യിലെടുത്തു. ഇത്രയും സുന്ദരിയായൊരു സ്ത്രീ, ഈ ഗോപസ്ത്രീകളൊക്കെ ഒരു സാധാരണ വസ്ത്രം ധരിക്കുന്നവരാണ്. കാരണം അവർ പശുപാലനമാണല്ലോ അവർ തൊഴിൽ. അപ്പോൾ അതുകൊണ്ട് വലിയ വസ്ത്രങ്ങളും അലങ്കാരം കണിഞ്ഞുകൊണ്ടൊന്നും അവർക്ക് ദിവസങ്ങൾ കഴിയാൻ പറ്റില്ല. എന്തെങ്കിലും പല ഉത്സവാദികളൊന്നും അപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അതിനേക്കാളും വളരെ കൂടുതലായി വസ്ത്രം ധരിച്ചു വരുന്ന ഈ സ്ത്രീക്ക് എന്താ ഇവിടെ കാര്യം, നമ്മുടെ ബന്ധുക്കളാവാൻ സാധ്യതയില്ല എന്ന് അവിടെയുള്ള ഗോപസ്ത്രീകൾ പരസ്പരം പറയുകയാണ്. അപ്പോൾ അതും ഒരു അകത്ത് നേരെ ചെന്നു, ആരോടൊന്നും പറയാതെ തന്നെ അകത്ത് ചെന്നു. അത് അന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. പെർമിഷൻ എടുക്കണ്ട, കുട്ടീനെ കാണാനാണല്ലോ വരുന്നത്, സ്ത്രീയുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപകടങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉടനെ അകത്ത് ചെന്ന് ആ കുട്ടിയെ കയ്യിലെടുത്ത്, അപ്പോൾ പൂതന എന്നുള്ള പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പൂതന കയ്യിലെടുത്ത് ഓമനിക്കാൻ തുടങ്ങി. കുട്ടിയുടെ കയ്യിലെടുത്താൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ ചെയ്യുമല്ലോ, അതവിടെ ചെയ്യാം. നമസ്തേ.